മുൻപേ പിണറായി വിജയൻ സംസാരിക്കുന്ന ഒരു വേദിയിൽ ഭീമന്റെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്നൊരു നിപ്പ് ഓർമ്മയുണ്ട് ചേട്ടന്. എന്റെ നേതാവാണ്, എനിക്ക് ബഹുമാനത്തോടുകൂടി മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീമന്റെ കുറെ തള്ളി മറിച്ച ഒരു സീൻ. തീർച്ചയായിട്ടും അതേപോലെ ഒരു സീൻ മറ്റേ സിനിമാ കോൺക്ലേവിൽ സജി ചെറിയാന്റെ മുന്നിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എന്തോ പിണങ്ങി പിരിഞ്ഞു പോയി എന്നാണല്ലോ. നമ്മളെ ഈ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ ഭീമൻ രഘുവിനെ കാണുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. കാരണം ഭീമൻ രഘു, കുണ്ട്ര ജോണി, ജനാർദ്ദനൻ, ഇവരെയൊക്കെ പടിയൻ ജോർജ് ഇവരെയൊക്കെ പേടിയായിരുന്നു. പക്ഷെ പിന്നീട് ഇവരെല്ലാം, ബാബുരാജ് ഉൾപ്പെടെ ഇവരെല്ലാം പിന്നീട് കൊമേഡിയന്മാരായി മാറുന്ന രസകരമായ കാഴ്ചയാണ് മലയാള സിനിമയെ കണ്ടത്. നമുക്ക് അസാധ്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതായത് ഭീമൻ രഘു ജയന്റെ വേഷത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അസാധ്യമായി തിളങ്ങും. ഭീമൻ രഘു ഞാനുമായിട്ട് അടുത്ത സൗഹൃദമുള്ളൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം അവസാനം ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്തു, ചാണ എന്ന പേരിൽ. അദ്ദേഹം തന്നെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അത് എൻ്റെ പ്രൊമോഷനായിട്ടൊക്കെ നമ്മളെ വിളിക്കുക, നമുക്ക് ടിക്കറ്റൊക്കെ തരികയൊക്കെ ചെയ്തു. ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും വ്യത്യസ്തമാണ്. അദ്ദേഹം BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. BJP കാൻഡിഡേറ്റായിട്ട് ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് മത്സരിച്ചു. പിന്നീട് അദ്ദേഹം BJPയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് LDFിലേക്ക് പോയത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും, പക്ഷേ മുഖ്യമന്ത്രി അത് വളരെ തന്മയത്വത്തോടെ അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. സാധാരണ ഈ മുഖ്യമന്ത്രിയുടെ ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ മുഖ്യമന്ത്രി ചിലപ്പോൾ ചൂടാവേണ്ടതാണ്. അദ്ദേഹം ഈ ഭീമൻ രഘു എഴുന്നേറ്റ് നിൽക്കുന്ന അത്രയും സമയം തന്നെ അദ്ദേഹം പ്രസംഗം തുടരുക തന്നെ ചെയ്തു. ഒരു തടസ്സവുമില്ലാതെ, അല്ലെ പ്രസംഗം നേരത്തെ അവസാനിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ അതൊരു ശരിക്കും ഒരു എല്ലാവരും ഒരു ട്രോളാക്കിയ ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ നടന്ന സിനിമാ കോൺക്ലേവിൽ അദ്ദേഹം കുറച്ച് ഹാർഷായി പെരുമാറി. അതായത് ഒരു നടി എഴുന്നേറ്റ് നിന്ന് ആദ്യം മലയാളത്തിൽ പറഞ്ഞു, പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ കുണുകുണാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ പറഞ്ഞു. അപ്പോൾ സിനിമാ മന്ത്രിയും അതിലിടപെട്ടപ്പോൾ പറഞ്ഞു, സാർ ഇവിടെ പോയി ചിത്രാഞ്ജലി ഒന്ന് കാണണം, ലോകോത്തര സിനിമകളെക്കുറിച്ചും നിലവാരത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിത്രാഞ്ജലി പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രഘുചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കൂ, ഞാൻ വിശദമായി മറുപടി നൽകാമെന്ന് സജി ചെറിയാനും പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്തു. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ എന്തിനാണ് ഈ ഇംഗ്ലീഷ് പറയുന്നത്, മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞു. ലിംഗനീതിയുമായി ബന്ധപ്പെട്ട സെഷനിൽ നടി സംസാരിച്ചു തുടങ്ങിയത് മലയാളത്തിലാണെങ്കിലും പതിയെ ഇംഗ്ലീഷിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ ഇത് കേട്ടിരുന്ന രഘുവാണ് മലയാളത്തിൽ ചർച്ച നടത്തണമെന്ന് നിങ്ങൾ കുണുകുണാന്ന് പറയുന്നത് ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് രഘു തുറന്നടിച്ചു. അവിടെ പെട്ടെന്ന് എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ വീണ്ടും നടി പ്രസംഗിച്ചു തുടങ്ങി. എന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇത് തുടർന്നുള്ളൂ, ഞാൻ ഇറങ്ങി പോകുന്നു എന്നും പറഞ്ഞ് രഘു സദസ്സിനെ താണു വണങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം അന്ന് ആ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നിൽക്കുന്ന നിൽപ്പൊക്കെ ഒരു രസകരമായ നിൽപ്പാണ്. അതുപോലെ ഒന്ന് താണു വണങ്ങിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. പിന്നീട് നടന്ന ഓപ്പൺ ഫോറത്തിലും രഘു സജി ചെറിയാന് മുന്നിൽ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ ലോകോത്തര നിലവാരമുള്ള സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചിത്രാഞ്ജലിയുടെ അവസ്ഥ നേരിട്ട് പോയി കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഭീമൻ രഘു പറഞ്ഞതാണെങ്കിൽ പോലും ഈ ചിത്രാഞ്ജലിയിൽ എത്രയോ ഏക്കർ സ്ഥലം വെറുതെ കിടക്കണം. നമുക്ക് ഈ രാമോജി റാവു ഫിലിം സിറ്റി പോലെയൊക്കെ ഒരു ഫിലിം സിറ്റി ആയിട്ട് അത് പരിഗണിച്ച് പണിത് സെറ്റാക്കി എടുക്കാനുള്ള സ്ഥലവും ഇതൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ പോലും അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ടെക്നോളജി മാറിയതോടുകൂടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതായി. ഇതെല്ലാം തന്നെ ഗ്രാഫിക്സിൽ ചെയ്യാവുന്ന സംവിധാനങ്ങൾ വന്നു. പക്ഷേ എങ്കിലും അത് മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമായിരുന്നു. സിനിമ സംബന്ധിയായുള്ള ഇപ്പം ഈ നമ്മൾ ഇപ്പോൾ വലിയ വലിയ തെലുങ്ക് സിനിമകൾ, അതായത് ഇപ്പം RRR, പിന്നെ അതുപോലെ മറ്റേ ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ ഫുള്ള് സെറ്റ് ഇട്ടത് ഈ പറഞ്ഞ രാമോജി റാവു ഫിലിം സിറ്റിയിലാണ്. ആ സെറ്റ് പൊളിക്കാതെ വെച്ച് ഇപ്പോഴും അത് കാണാൻ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു മറ്റൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് കാണാം. ഇവിടെയും അതുപോലെ ചെയ്യാവുന്നതാണ്. ചിത്രാഞ്ജലി ഒരു സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് ഉൾപ്പെടുത്താം. അത് അങ്ങനെ പരീക്ഷിക്കുകയാണെങ്കിൽ അതൊരു വരുമാന മാർഗം കൂടി ആക്കാവുന്നതാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു തവണ പോലും ചിത്രാഞ്ജലിയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളത് ഭീമൻ രഘു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുണ്ടായ ദുരനുഭവം അടക്കം ഇതിൽ പറയുകയുണ്ടായി. അതായത് മതിയായ കരുതലുകൾ ഇവിടെ ഇല്ല, കാട് പിടിച്ച് കിടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചിത്രാഞ്ജലി പരാമർശം ഏറെ ശ്രദ്ധേയമായി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അതാണ് വലിയ വാർത്തയായത്. അപ്പോൾ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷനും കോൺക്ലേവിൻ്റെ സംഘാടകരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയും ഒക്കെ ഇതിൽ പ്രധാന സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു. തൊഴിൽ സുരക്ഷിതത്വവും ലിംഗസമത്വവും സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കി
മലയാള സിനിമാ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങളുമായാണ് സിനിമാ കോൺക്ലേവിന് സമാപനമുണ്ടായത്. പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെ സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുള്ള വിപുലമായ ചർച്ചയ്ക്കാണ് 2 നാൾ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. തെറ്റുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന വിവേചനരഹിതമായ പെരുമാറ്റവും പ്രവർത്തനവും എല്ലാ തലത്തിലും ഉറപ്പുവരുത്തുന്നതാകും നയമെന്ന് കോൺക്ലേവിലെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കോൺക്ലേവിൽ ഉയർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും 3 ദിവസത്തിനകം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പൊതുജനങ്ങൾക്ക് 15 ദിവസത്തിനകം അഭിപ്രായം അറിയിക്കാം. വിദഗ്ധ സമിതി പരിശോധിച്ചാണ് കരട് നയം ഉണ്ടാക്കുക. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കരാപ്രകാരമുള്ള വേതനം, ഭക്ഷണം, തൊഴിൽ ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം എന്നിവ ഉറപ്പാക്കും. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതികൾക്കായി ഏകജാലക സംവിധാനം ഏർപ്പെടുത്തും. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. സിനിമ ടെലിവിഷൻ മേഖല ഉൾക്കൊള്ളിച്ചാണ് നയവും നിയമനിർമ്മാണവും നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു. സ്വതന്ത്ര സിനിമയ്ക്ക് സർക്കാർ തിയേറ്ററുകളിൽ ഒരു ഷോ അനുവദിക്കും. സിനിമാ മേഖലയിൽ പരിശീലനം നൽകാൻ പദ്ധതി നടപ്പാക്കും. കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവ കാലോചിതമായി പരിഷ്കരിക്കും. സർക്കാർ OTT പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തും. തിയേറ്ററുകളിൽ ടിക്കറ്റിംഗ് ശക്തിപ്പെടുത്തും. ചിത്രാഞ്ജലിയുടെ നവീകരണം 1 വർഷത്തിനകം പൂർത്തിയാക്കും. പ്രമുഖ സിനിമാ പ്രവർത്തകരുടെ സ്മരണ നിലനിർത്താൻ മ്യൂസിയം സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. IFFK പോലുള്ള വേദികളിൽ കൂടുതൽ മലയാള സിനിമകൾ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മലയാള സിനിമയുടെ പുരോഗതിക്കായുള്ള നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമാ രംഗത്തൊരു മാറ്റത്തിനാണ് തുടക്കം കുറിക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനാൽ സർക്കാർ ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചിത്രാഞ്ജലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നാണ് മന്ത്രി ഈ അവസരത്തിൽ പറഞ്ഞത്. ഏതായാലും ഭീമൻ രഘു ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചത്. കാരണം ചിത്രാഞ്ജലി പോലെ ഈ ലോകോത്തര നിലവാരമുള്ള ഒരു സ്റ്റുഡിയോ, ഏക്കർ കണക്കിന് സ്റ്റുഡിയോ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നു. അത് രാമോജി റാവു ഫിലിം സിറ്റി പോലെ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അവിടുത്തെ പല മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ, സിനിമാ കോൺക്ലേവുകൾ, ഡബ്ബിംഗ് സ്റ്റുഡിയോകൾ, അതോടൊപ്പം തന്നെ ഈ ലോകോത്തര നിലവാരമുള്ള സെറ്റുകൾ, ഈ രീതിയിലൊക്കെ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. നല്ല രീതിയിലുള്ള ഫണ്ട് ഇക്കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക വഴി ഇതിൻ്റെ ഒരു ടൂറിസം സാധ്യതകൾ, ഒപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ ചിത്രീകരണം അടക്കം ഇവിടെ ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ ചിത്രീകരണം, തമിഴ് പടങ്ങൾ, അതോടൊപ്പം തന്നെ ബോളിവുഡ് ചിത്രങ്ങളടക്കം ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുക വഴി സാധിക്കും. കാരണം ഇതൊരു കേരളത്തിൻ്റെ പ്രകൃതി രമണീയത ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതി രമണീയത നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ അവകാശപ്പെടുന്നത് കൊണ്ട് തന്നെ വിദേശികൾ ഉൾപ്പെടെ കേരളത്തിൽ എപ്പോഴും വിനോദസഞ്ചാരത്തിന് വരുന്നത് പോലെ സിനിമകളുടെ ഏറ്റവും നല്ല ഫ്രെയിമുകൾ, പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ സിനിമയുടെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സംഘടന രംഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിലൊരു അനുകൂല നിലപാടുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.